Dear students, third semester BComന്റെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന പേപ്പറിൻ്റെ 30ാമത്തെ വീഡിയോ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ മൂന്നാം ഭാഗം. Arithmetic mean. If A, B, C are in arithmetic progression, then B is said to be the arithmetic mean between A and C. A, B, C arithmetic progression ആണെങ്കിൽ B is called the arithmetic mean between A and C. If A, A1, A2, A3, etc., AN, B are in arithmetic progression, then A1, A2, A3, etc., AN are said to be arithmetic means between A and B. എയും ബിയും സിയും എ ബി സി ഇവ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ 3 തുടർച്ചയായ പദങ്ങളാണെങ്കിൽ ബി എന്ന് പറയുന്നത് എയുടെയും സിയുടെയും അരിത്തമെറ്റിക് മീനാണ്. അതുപോലെ A1, A2, A3, etc., AN, B എന്നീ പദങ്ങൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ A1, A2, A3, etc., AN എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ഇടയിലുള്ള അരിത്തമെറ്റിക് മീൻസ് ആണ്. A1, A2, A3, etc., AN are said to be the arithmetic means between A and B. Find arithmetic mean between A and B. എയുടെയും ബിയുടെയും അരിത്തമെറ്റിക് മീൻ കാണുമെന്ന് വിചാരിക്കാം. ഇത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സിൻ്റെ അരിത്തമെറ്റിക് മീൻ അത് രണ്ടും കൂടെ കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഈ അരിത്തമെറ്റിക് മീൻ്റെ ഡെഫിനേഷൻ വെച്ച് നമുക്ക് അതിനെ എങ്ങനെ പറയാം? എയുടെയും ബിയുടെ അരിത്തമെറ്റിക് മീൻ എങ്ങനെ പറയാം? അപ്പോൾ എക്സ് ആണ് അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എ എക്സ് ബി ആർ ഇൻ എ പി. ഇഫ് എ ബി സി ആർ ഇൻ എ പി, ദെൻ ബി ഈസ് സെഡ് ടു ബി ദി അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് സി. ഹിയർ എക്സ് be the arithmetic mean between A and B. Let us suppose that x be the arithmetic mean between A and B. Then A, x, B are in AP. എക്കും ബിക്കും ഇടയിലുള്ള അരിത്തമെറ്റിക് മീൻ എക്സ് ആണെങ്കിൽ എയും എക്സും ബിയും എ പിയിലായിരിക്കണം. എ പിയിലാണെങ്കിൽ എന്താണ്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ആണ്. എക്സ് മൈനസ് എ ഈക്വൽ ടു ബി മൈനസ് എക്സ്. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് ആണ്. തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം അതും കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ എക്സ് മൈനസ് എ ഈക്വൽ ടു ബി മൈനസ് എക്സ്. റൈറ്റ് സൈഡിലെ മൈനസ് എക്സ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു ബി, ഈ മൈനസ് എ റൈറ്റ് സൈഡിലേക്ക് പ്ലസ് എ. എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു ബി പ്ലസ് എ. 2x ഈക്വൽ ടു എ പ്ലസ് ബി. 2x ഈക്വൽ ടു എ പ്ലസ് ബി. എക്സ് ഈക്വൽ ടു a plus b by 2. x equal to a plus b by 2. അപ്പോൾ അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്താണ് നമുക്ക് കിട്ടിയത്? a plus b by 2. അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്നുള്ളത് എക്സ് ആണെന്ന് നമ്മൾ സങ്കല്പിച്ചു. അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് a plus b by 2. അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ a plus b by 2. അപ്പോൾ രണ്ട് സംഖ്യകൾക്കിടയിലുള്ള അരിത്തമെറ്റിക് മീൻ പറഞ്ഞാൽ അത് രണ്ടും കൂടെ കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. The arithmetic mean between a and b equal to a plus b by 2. Find arithmetic mean between 4 and 8. We know that arithmetic mean between a and b is a plus b by 2. Therefore, arithmetic mean between 4 and 8 is 4 plus 8 by 2. That is 6. Arithmetic mean between 4 and 8 equal to 4 plus 8 by 2 is equal to 6. Sum of 5 consecutive terms of an AP is 70. Find its middle term. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ തുടർച്ചയായ 5 പദങ്ങളുടെ തുക 70 എങ്കിൽ മധ്യപദം കണ്ടുപിടിക്കാം. തുടർച്ചയായ 5 പദങ്ങൾ നമുക്ക് a മൈനസ് 2d, a മൈനസ് d, a പ്ലസ് d, a പ്ലസ് 2d എന്ന് എടുക്കാം. സാധാരണ രീതിയിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പദങ്ങൾ എന്ന് പറഞ്ഞാൽ a പ്ലസ് d, a പ്ലസ് 2d, a പ്ലസ് 3d അങ്ങനെയാണ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ സൗകര്യത്തിന് 5 ടേംസ് എന്ന് പറഞ്ഞതുകൊണ്ട് a മൈനസ് 2d, a മൈനസ് d, a പ്ലസ് d, a പ്ലസ് 2d എന്ന് എടുക്കാം. ഇനി 3 ടേംസ് ആണ് പറഞ്ഞത് എങ്കിൽ a മൈനസ് d, a പ്ലസ് d അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പദങ്ങൾ a മൈനസ് 2d, a മൈനസ് d, a പ്ലസ് d, a പ്ലസ് 2d എന്ന് എടുത്തു.
ഇനി ഇതിൻ്റെ സം തന്നിട്ടുണ്ട്, മിഡിൽ ടേം കാണണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പദങ്ങളുടെ മിഡിൽ ടേം എന്താണ്? മിഡിൽ ടേം എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട എ എന്തെന്നാണ്. 5 പദങ്ങൾ എടുത്തു, മിഡിൽ ടേം ഇവിടെ എ ആണ്, അത് കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് സം ആണ്. സം ഈക്വൽ ടു ആ 5 പദങ്ങൾ തമ്മിൽ കൂട്ടി എ മൈനസ് 2d പ്ലസ് എ മൈനസ് ഡി പ്ലസ് എ പ്ലസ് എ പ്ലസ് ഡി പ്ലസ് എ പ്ലസ് 2d ഈക്വൽ ടു 5e ആണ്. പക്ഷെ അത് എത്രയാണ്? 70 ആണ്. മൈനസ് 2dയും പ്ലസ് 2dയും ക്യാൻസൽ ചെയ്തു, മൈനസ് ഡിയും പ്ലസ് ഡിയും ക്യാൻസൽ ചെയ്തപ്പോൾ 1 2 3 4 5 5e എന്ന് കിട്ടും. ബട്ട് ഗിവൺ ദാറ്റ് സം ഈസ് 70. അപ്പോൾ 5e ഈക്വൽ ടു സം, അതായത് എ ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ 5 എന്നാണ്. സം ഓഫ് 5 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ എ പി ഈസ് 70. പക്ഷേ നമുക്ക് കിട്ടിയ സമയം എത്രയാണ്? 5e എന്നാണ്. അപ്പോൾ 5e ഈക്വൽ ടു സം ഓഫ് 5 കോൺസിക്യൂട്ടീവ് ടേംസ്, ദാറ്റ് ഈസ് 70. എ എന്ന് പറയുന്നത് എന്താണ്? സം ഡിവൈഡഡ് ബൈ 5, ദാറ്റ് ഈസ് മിഡിൽ ടേം ഈക്വൽ ടു സം ഓഫ് 5 ടേംസ് ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 70 ബൈ 5 ഈക്വൽ ടു 40. അപ്പോൾ എങ്ങനെയാണ് എടുക്കുന്നത്? 5 കോൺസിക്യൂട്ടീവ് ടേംസ് എന്ന് പറഞ്ഞാൽ എ മൈനസ് 2d എ മൈനസ് ഡി എ പ്ലസ് ഡി എ പ്ലസ് 2d എന്ന് എടുക്കണം. അതിൻ്റെ സം എന്ന് പറയുന്നത് 5e ആണ്. അപ്പോൾ 5e ഈക്വൽ ടു സം. എ എന്ന് വെച്ചാൽ എന്താണ്? സം ഡിവൈഡഡ് ബൈ 5. അപ്പോൾ സം ഓഫ് 5 കോൺസിക്യൂട്ടീവ് ടേംസ് 5e എന്ന് കിട്ടി. അതായത് 5e എന്ന് പറഞ്ഞാൽ സം ഓഫ് 5 കോൺസിക്യൂട്ടീവ് ടേംസ്, എ എന്ന് പറയുന്നത് സം ഓഫ് 5 ടേംസ് ഡിവൈഡഡ് ബൈ 5, അതായത് 70 ബൈ 5 14. മിഡിൽ ടേം 14 കിട്ടി. അപ്പോൾ മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാം. സം ഓഫ് 5 കോൺസിക്യൂട്ടീവ് ടേംസ് തന്നാൽ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ 70 ബൈ 5. ഇനി സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ടേംസ് തന്നാൽ മിഡിൽ ടേം കാണാൻ ഡിവൈഡ് ബൈ 3 ചെയ്താൽ മതി. അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ അങ്ങനെയാണ്. സം ഓഫ് എനി 5 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് an AP is 5 times the middle term. Sum of any 5 consecutive terms of an AP is 5 times the middle term. ഇവിടെ മിഡിൽ ടേം നമുക്ക് എത്ര കിട്ടിയത്? 14. ആ 14നെ 5 കൊണ്ട് ഗുണിച്ചാൽ എന്ത് വരും? 70. അതായത് സം ഓഫ് 5 കോൺസിക്യൂട്ടീവ് ടേംസ് കിട്ടും. സം ഓഫ് 5 കോൺസിക്യൂട്ടീവ് ടേംസ് ഈക്വൽ ടു 5 ഇൻറ്റു മിഡിൽ ടേം, 5 ടൈംസ് ദി മിഡിൽ ടേം. അങ്ങനെയാണെങ്കിൽ സം ഓഫ് എനി 3 consecutive terms of an AP is 3 times the middle term. 3 times the middle term. അപ്പം 3 പദങ്ങളുടെ തുക തന്നാൽ മിഡിൽ ടേം കാണാൻ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുപോലെ 5 ടേംസിൻ്റെ സം തന്നാൽ മിഡിൽ ടേം കാണാൻ അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ആദ്യ രീതിയാണ്. Find 3 numbers in AP whose sum is 9 and the product is -165. Find 3 numbers in AP. APയിലെ 3 പദങ്ങൾ കണ്ടുപിടിക്കുക. 3 പദങ്ങളുടെ തുക 9 ആണ്, ഗുണനഫലം -165 ആണ്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രോബ്ലം വന്നാൽ നമ്പേഴ്സ് എ മൈനസ് ഡി എ പ്ലസ് ഡി എന്ന് എടുക്കണം. ലെറ്റ് ദ നമ്പേഴ്സ് ബി എ മൈനസ് ഡി എ പ്ലസ് ഡി. സം 9 ആണെന്ന് പറഞ്ഞു. അപ്പോൾ എ മൈനസ് ഡി പ്ലസ് എ പ്ലസ് ഡി ഈക്വൽ ടു 9. എ മൈനസ് ഡി പ്ലസ് എ പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ മൈനസ് ഡിയും പ്ലസ് ഡിയും ക്യാൻസൽ ചെയ്ത് എ 3a ഈക്വൽ ടു 9. എ ഈക്വൽ ടു 9 by 3 ഈക്വൽ ടു 3. അപ്പോൾ സം 9 ആണ്, അതിൽ നിന്ന് എ കിട്ടി. ഇനി പ്രൊഡക്റ്റ് ഈക്വൽ ടു -165. പ്രൊഡക്റ്റ് ഈക്വൽ ടു -165. ദാറ്റ് ഈസ് എ മൈനസ് ഡി ഇൻറ്റു എ പ്ലസ് ഡി ഈക്വൽ ടു -165. എക്ക് പകരം 3 കൊടുക്കാം. 3 മൈനസ് ഡി ഇൻറ്റു 3 പ്ലസ് ഡി ഈക്വൽ ടു -165. 3 മൈനസ് ഡി ഇൻറ്റു 3 പ്ലസ് ഡി ഈക്വൽ ടു -165 ഡിവൈഡഡ് ബൈ 3 -55. ഇനി 3 മൈനസ് ഡി ഇൻറ്റു 3 പ്ലസ് ഡി, 3 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 3d മൈനസ് 3d ക്യാൻസൽ ചെയ്തു -d സ്ക്വയർ. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ റേസ് ടു 2 മൈനസ് ബി റേസ് ടു 2, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. 3 മൈനസ് ഡി ഇൻറ്റു 3 പ്ലസ് ഡി, 3 സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. 3 സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ഈക്വൽ ടു -55. ദാറ്റ് ഈസ് 9 മൈനസ് ഡി സ്ക്വയർ ഈക്വൽ ടു 9 മൈനസ് ഡി സ്ക്വയർ ഈക്വൽ ടു -55. 9 ഈക്വൽ ടു ഈ മൈനസ് ഡി സ്ക്വയർ റൈറ്റ് സൈഡിലേക്ക് പോയി -55 പ്ലസ് ഡി സ്ക്വയർ. 9 പ്ലസ് 55 ഈക്വൽ ടു ഡി സ്ക്വയർ. ഡി സ്ക്വയർ ഈക്വൽ ടു 55 പ്ലസ് 9 64. ഡി സ്ക്വയർ ഈക്വൽ ടു 64. ഡി ഈക്വൽ ടു +or - √64.
Therefore d equal to plus or minus 8. അപ്പോൾ നമുക്ക് d equal to plus or minus 8, a equal to 9. Therefore a equal to 3, d equal to plus or minus 8. When a equal to 3 and d equal to 8, a minus d equal to 3 minus 8 equal to minus 5. a equal to 3. a plus d equal to 3 plus 8 equal to 11. ഇങ്ങനെ എടുക്കാനുള്ള കാരണം നമുക്ക് ആ 3 നമ്പേഴ്സ് കണ്ടെത്തണം. നമ്മൾ നമ്പേഴ്സ് എടുത്തത് എ മൈനസ് ഡി, എ പ്ലസ് ഡി എന്നാണ് സംഖ്യകൾ എടുത്തത്. എ എന്ന് പറയുന്നത് 3 ആണ്, ഡി പ്ലസ് ഓർ മൈനസ് 8 ആവുന്നു പറഞ്ഞു. അപ്പോൾ എ 3യും ഡി പ്ലസ് 8ഉം ആണെങ്കിൽ എ മൈനസ് ഡി 3 മൈനസ് 8 ഈക്വൽ ടു മൈനസ് 5, എ ഈക്വൽ ടു 3, എ പ്ലസ് ഡി ഈക്വൽ ടു 3 പ്ലസ് 8 ഈക്വൽ ടു 11. അപ്പോൾ നമ്പേഴ്സ് എന്തൊക്കെയാണ്? മൈനസ് 5, 3, 11. നമ്പേഴ്സ് ആർ മൈനസ് 5, 3, 11. നമുക്ക് നോക്കാം, ഈ 3 നമ്പേഴ്സും കൂടെ ആഡ് ചെയ്താൽ മൈനസ് 5 പ്ലസ് 3 മൈനസ് 2, മൈനസ് 2 പ്ലസ് 11 9. മൾട്ടിപ്ലൈ ചെയ്താലോ 11 ഇൻറ്റു 3 ഇൻറ്റു മൈനസ് 5, മൈനസ് 165 കിട്ടും. ഇനി when a equal to 3, d equal to minus 8. എന്താണ്? a equal to 3 and d equal to minus 8. അപ്പോൾ a minus d എന്താണ്? a minus d 3 minus minus 8. 3 plus 8 equal to 11. a equal to 3, a plus d equal to 3 plus minus 8 equal to minus 5. അപ്പോൾ നമ്പേഴ്സ് എന്താണ്? 11, 3, minus 5. 11, a minus d എന്ന് പറഞ്ഞാൽ 11, a എന്ന് പറഞ്ഞാൽ 3, a plus d മൈനസ് 5, 11, 3, minus 5. അപ്പോൾ a 3, d പ്ലസ് ഓർ മൈനസ് 8 എന്നാണ്. പ്ലസ് ഡി എന്ന് എടുത്താൽ നമുക്ക് മൈനസ് 5, 3, 11 കിട്ടും. അതിൻ്റെ റിവേഴ്സ് ഓർഡർ കിട്ടും മൈനസ് 8 എന്ന് എടുത്താൽ. അപ്പോൾ എയും ഡിയും കിട്ടി, ഡി പ്ലസ് ഓർ മൈനസ് വാല്യൂ ആണ് കിട്ടുക. പ്ലസ് എടുത്താൽ ഒരു വാല്യൂ കിട്ടും, മൈനസ് എടുത്താൽ അത് എൻ്റെ റിവേഴ്സ് ഓർഡറിൽ വരും. അപ്പോൾ എങ്ങനെ പറഞ്ഞാലും സംഖ്യകൾ 3, മൈനസ് 5, 11 എന്നുള്ളതാണ്. Therefore numbers are 11, 3, minus 5 അല്ലെങ്കിൽ minus 5, 3, 11 എന്ന് പറയാം. That is we get the same numbers but in reverse order. ആദ്യം നമുക്ക് കിട്ടിയത് മൈനസ് 5, 3, 11 ആണ്. ഡി മൈനസ് 8 എന്ന് എടുക്കുമ്പോൾ റിവേഴ്സ് ഓർഡറിൽ കിട്ടുന്നു. സെയിം നമ്പേഴ്സ് തന്നെയാണ്, റിവേഴ്സ് ഓർഡറിലാണ്. Therefore the required numbers are minus 5, 3, 11. Minus 5, 3, 11. Find 4 numbers in AP whose sum is 20 and the sum of whose squares is 120. ഒരു എ പിയിലെ 4 പദങ്ങളുടെ തുക 20, ഗുണനഫലം വർഗങ്ങളുടെ ഗുണനഫലം സം ഓഫ് ഹൂസ് സ്ക്വയേഴ്സ് വർഗങ്ങളുടെ ഗുണനഫലം 120. സംഖ്യകൾ കണ്ടുപിടിക്കാം. 4 സംഖ്യകൾ കൂട്ടിയാൽ 20 വർഗങ്ങളുടെ തുക 120 ആണ്. അപ്പോൾ 4 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനെയാണ്: എ മൈനസ് 3d, എ മൈനസ് ഡി, എ പ്ലസ് ഡി, എ പ്ലസ് 3d. എ മൈനസ് 3ഡിയോടുകൂടി 2d ആഡ് ചെയ്താൽ എ മൈനസ് ഡി, പ്ലസ് 2d എ പ്ലസ് ഡി, എ പ്ലസ് 2d ആഡ് ചെയ്താൽ 3d. ഇവിടെ കോമൺ ഡിഫറൻസ് 2d ആണെന്ന് പറയാം. അപ്പോൾ 4 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം: എ മൈനസ് 3d, എ മൈനസ് ഡി, എ പ്ലസ് ഡി, എ പ്ലസ് 3 എന്ന് എടുക്കണം. 3 നമ്പേഴ്സ് ആണെങ്കിൽ എ മൈനസ് ഡി, എ പ്ലസ് ഡി എന്നാണ്. അപ്പോൾ സം 20 ആണെന്ന് പറഞ്ഞു. എ മൈനസ് 3d പ്ലസ് എ മൈനസ് ഡി പ്ലസ് എ പ്ലസ് ഡി പ്ലസ് എ പ്ലസ് 3d ഈക്വൽ ടു 20. മൈനസ് 3d പ്ലസ് 3d ക്യാൻസൽ ചെയ്യും, മൈനസ് ഡി പ്ലസ് ഡി ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇത് വരുന്നത് 4a ഈക്വൽ ടു 20, a ഈക്വൽ ടു 20/4 ഈക്വൽ ടു 5. 4a ഈക്വൽ ടു 20, a ഈക്വൽ ടു 5. ഇനി സ്ക്വയേഴ്സിൻ്റെ സം: എ മൈനസ് 3d ഹോൾ സ്ക്വയർ, എ മൈനസ് ഡി ഹോൾ സ്ക്വയർ, എ പ്ലസ് ഡി ഹോൾ സ്ക്വയർ, എ പ്ലസ് 3d ഹോൾ സ്ക്വയർ. അതാണ് സ്ക്വയേഴ്സ്. അതിൻ്റെ സമ്മ് അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 120 ആണ്. ദാറ്റ് ഈസ് എ മൈനസ് 3d ഹോൾ സ്ക്വയർ. ഈ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം എന്നാണ്. നമ്പേഴ്സ് നമ്മൾ എ മൈനസ് 3d ആണ് ഒന്നെടുത്തത്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എ മൈനസ് 3d സ്ക്വയർ. രണ്ടാമത്തെ നമ്പർ എ മൈനസ് ഡി, അതിൻ്റെ സ്ക്വയർ എ മൈനസ് ഡി ഹോൾ സ്ക്വയർ. എ പ്ലസ് ഡിയുടെ സ്ക്വയർ എ പ്ലസ് ഡി ഹോൾ സ്ക്വയർ, എ പ്ലസ് 3യുടെ സ്ക്വയർ എ പ്ലസ് 3d ഹോൾ സ്ക്വയർ. ഈ സമ്മ്, ആ സ്ക്വയേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 120 ആണ്. ഇത് നമ്മൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. എക്ക് പോലെ ആദ്യം 5 കൊടുത്തു. 5 മൈനസ് 3d ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് ഡി ഹോൾ സ്ക്വയർ പ്ലസ് 5 പ്ലസ് ഡി ഹോൾ സ്ക്വയർ പ്ലസ് 5 പ്ലസ് 3d ഹോൾ സ്ക്വയർ ഈക്വൽ ടു 120.
5 മൈനസ് 3d ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, 5 സ്ക്വയർ 25, പിന്നെ 2ab 2 ഇൻറ്റു 5 ഇൻറ്റു 3, 2 ഇൻറ്റു 5 10 ഇൻറ്റു 3 30 മൈനസ് 30d, പിന്നെന്താണ് പ്ലസ് 3d ഹോൾ സ്ക്വയർ 9d സ്ക്വയർ, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. നമ്മൾ ആദ്യം ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ വന്നതാണ്. അപ്പോൾ 25 മൈനസ് 30d പ്ലസ് 9d സ്ക്വയർ. ഇനി 5 മൈനസ് ഡി ഹോൾ സ്ക്വയർ 25 മൈനസ് 10d പ്ലസ് ഡി സ്ക്വയർ. ഇനി അടുത്ത 5 പ്ലസ് ഡി ഹോൾ സ്ക്വയർ, അതിൻ്റെ താഴെ എഴുതി, ഒന്നിച്ച് എഴുതാവുന്നതാണ്, സ്ഥലം ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തൊട്ട് താഴെ എഴുതി 5 പ്ലസ് ഡി ഹോൾ സ്ക്വയർ 25 പ്ലസ് 10d പ്ലസ് ഡി സ്ക്വയർ. 5 പ്ലസ് 3d സ്ക്വയർ 25 പ്ലസ് 30d പ്ലസ് 9d സ്ക്വയർ. ആ 5 പ്ലസ് 3d ഹോൾ സ്ക്വയർ 5 മൈനസ് 3d ഹോൾ സ്ക്വയറിൻ്റെ താഴെ എഴുതി, 5 മൈനസ് ഡി ഹോൾ സ്ക്വയറിൻ്റെ താഴെ 5 പ്ലസ് ഡി ഹോൾ സ്ക്വയർ എഴുതി. ഇനി ടോട്ടൽ ചെയ്തു. ടോട്ടൽ ചെയ്യുമ്പോൾ എന്താണ് 25 പ്ലസ് 25 50 മൈനസ് 30d പ്ലസ് 30d 0, 9d സ്ക്വയർ പ്ലസ് 9d സ്ക്വയർ 18d സ്ക്വയർ. 25 പ്ലസ് 25 50 മൈനസ് 10d പ്ലസ് 10d 0, d സ്ക്വയർ പ്ലസ് d സ്ക്വയർ 2d സ്ക്വയർ. അപ്പോൾ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് ഒരു 50 ഉണ്ട്, ഒരു 50 ഉണ്ട്, മൊത്തം 100, പിന്നെ ഒരു 18d സ്ക്വയറും 2d സ്ക്വയറും 20d സ്ക്വയർ. 100 പ്ലസ് 20d സ്ക്വയർ ഈക്വൽ ടു 120. 100 പ്ലസ് 20d സ്ക്വയർ ഈക്വൽ ടു പ്ലസ് 20d സ്ക്വയർ ഈക്വൽ ടു 120 എന്നാണ് കിട്ടിയത്. 100 പ്ലസ് 20d സ്ക്വയർ ഈക്വൽ ടു 120, അപ്പോൾ 20d സ്ക്വയർ ഈക്വൽ ടു 120 മൈനസ് 100, 20d സ്ക്വയർ ഈക്വൽ ടു 20, d സ്ക്വയർ 20 ബൈ 20 ഈക്വൽ ടു 1, d സ്ക്വയർ ഈക്വൽ ടു 1, d പ്ലസ് ഓർ മൈനസ് റൂട്ട് 1, d ഈക്വൽ ടു പ്ലസ് 1. When a equal to 5, when a equal to 5 and d equal to 1, d പ്ലസ് ഓർ മൈനസ് 1 കിട്ടി. അപ്പോൾ a 5ഉം d 1ഉം ആണെങ്കിൽ നമ്മളെടുത്ത നമ്പേഴ്സ് ആദ്യത്തെ a മൈനസ് 3d ആണ്. a മൈനസ് 3d ഈക്വൽ ടു 5 മൈനസ് 3d, 3 ഇൻറ്റു 1, d 1 ആണ്, അപ്പോൾ 3d 3 തന്നെ കിട്ടും 2. അടുത്ത് a മൈനസ് d, 5 മൈനസ് 1 ഈക്വൽ ടു 4, a പ്ലസ് d 5 പ്ലസ് 1 ഈക്വൽ ടു 6, a പ്ലസ് 3d 5 പ്ലസ് 3 ഇൻറ്റു 1, അതായത് 5 പ്ലസ് 3 ഈക്വൽ ടു 8. Therefore numbers are 2, 4, 6, 8. 2, 4, 6, 8. അപ്പോൾ 2ഉം 4ഉം 6, 6ഉം 6ഉം 12, 12ഉം 8ഉം 20. അപ്പോൾ സമ്മ് 20ആണ്. സംഖ്യകൾ കൂട്ടിയാൽ 20ആണ്. ഇത് എ പിയിലാണ്. 2 2 4, 4 2 6, 6 2 8, 2ൻ്റെ ഡിഫറൻസ് ആണ്. ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. സം 20 ആണ്. ഇനി സ്ക്വയേഴ്സിൻ്റെ സം 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64, 6 സ്ക്വയർ 36, ആ രണ്ടും കൂടെ ആഡ് ചെയ്ത് 100 ആയി. പിന്നെ 4 സ്ക്വയർ 16, 2 സ്ക്വയർ 4, 16ഉം 4ഉം 20, അപ്പോൾ 120. സ്ക്വയേഴ്സിൻ്റെ സമ്മ് 120 ആണ്, ട്രൂ ആണ്. അപ്പോൾ therefore numbers are 2, 4, 6, 8. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ a 5ഉം d മൈനസ് 1 ആണെങ്കിൽ ഇതേ നമ്പേഴ്സ് തന്നെയാണ് കിട്ടുക, റിവേഴ്സ് ഓർഡറിലായിരിക്കും. If we take d equal to minus 1, we get the same numbers but in reverse order. Therefore numbers are 2, 4, 6, 8. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്പേഴ്സ് എടുക്കുമ്പോൾ 4 നമ്പേഴ്സ് ആണെങ്കിൽ ആ നമ്പേഴ്സ് എടുക്കേണ്ടത് a മൈനസ് 3d, a മൈനസ് d, a പ്ലസ് d, a പ്ലസ് 3d എന്നാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ കിട്ടൂ. അത് ആഡ് ചെയ്യുമ്പോൾ d എലിമിനേറ്റ് ചെയ്ത് പോകും. പിന്നെ സ്ക്വയേഴ്സിൻ്റെ സമ്മ് കാണുമ്പോഴും ആ എ ഡി എന്നുള്ള പദങ്ങൾ കട്ട് ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എടുക്കണം. ഇനി 3 ടേംസ് ആണെന്ന് പറഞ്ഞാൽ a മൈനസ് ഡി, a പ്ലസ് ഡി എന്ന് എടുക്കണം. A club consists of members whose ages are in AP. The common difference being 3 months. If the youngest member of the club is 7 years old and the sum of the ages of all the members is 250 years, find the number of members in the club. A club consists of members whose ages are in AP. The common difference being 3 months. Common difference 3 months ആണ്. യങ്ങസ്റ്റ് മെമ്പറുടെ വയസ്സ് 7 വയസ്സാണ്. അതുപോലെ മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും വയസ്സുകൾ കൂട്ടിയാൽ 280 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് 3 months ആയതുകൊണ്ട് നമുക്ക് എല്ലാത്തിനെയും മന്ത്സിലേക്ക് മാറ്റണം. അപ്പോൾ യങ്ങസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് പ്രോഗ്രഷനാണ്. അവരുടെ വയസ്സുകൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെന്ന് പറഞ്ഞതുകൊണ്ട് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് യങ്ങസ്റ്റ് മെമ്പറുടെ വയസ്സാണ് 7 വയസ്സ്. അത് മാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. Given that common difference d equal to 3 months, a equal to first term 7 years എന്ന് വെച്ചാൽ 7 into 12 equal to 84 months. ഇനി സം എന്ന് പറയുന്നത് 250 years,
250 ഇൻറ്റു 12 ഈക്വൽ ടു 3000 മന്ത്സ്. അപ്പോൾ ഇവിടെ ഒരു എ പിയിൽ കുറച്ച് പദങ്ങളുണ്ട്. അവയിൽ ആദ്യ പദം 84 ആ പദങ്ങളുടെ തുക 3000 കോമൺ ഡിഫറൻസ് 3 അപ്പോൾ നമുക്കിനി ആ സമ്മിൽ നിന്ന് തുടങ്ങാം. എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ആ ഫോമുല അപ്ലൈ ചെയ്യാം. സം എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇവിടെ സം എന്ന് പറയുന്നത് 3000 3000 ഈക്വൽ ടു n/2 ഇൻറ്റു 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 84 2 ഇൻറ്റു 84 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 3 മന്ത്സ്. ഇവിടെ നമുക്കറിയാവുന്നത് കോമൺ ഡിഫറൻസ് അറിയാം. യങ്ങസ്റ്റ് മെമ്പറുടെ ഏജ് 7 ഇയേഴ്സ്. അപ്പോൾ അത് ഫസ്റ്റ് എലമെൻ്റായിട്ട് എടുത്തു. എ 7 ഇയേഴ്സ്. കോമൺ ഡിഫറൻസ് മാസത്തിലായതുകൊണ്ട് ഇവിടെ വയസ്സും മാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. 7 ഇൻറ്റു 12 84 മന്ത്സ്. ഇനി ആ ക്ലബിലെ മെമ്പർമാരുടെ വയസ്സുകളുടെ തുക 250 എന്നാണ്. അതും മാസത്തിലേക്ക് മാറ്റണം. 250 ഇൻറ്റു 12 3000. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാവുന്നത് സം അറിയാം, ഫസ്റ്റ് ടേം അറിയാം, കോമൺ ഡിഫറൻസ് അറിയാം. ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ എന്താണ്? സം ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. 3000 ഈക്വൽ ടു n/2 ഇൻറ്റു 2 ഇൻറ്റു 84 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 3. സിംപ്ലിഫൈ ചെയ്തു. 3000 ഈക്വൽ ടു n/2 ഇൻറ്റു 2 ഇൻറ്റു 84 168. n ഇൻറ്റു 3 3n മൈനസ് 1 ഇൻറ്റു 3 മൈനസ് 3. ഇത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ 3000 ഈക്വൽ ടു 3000 ഇൻറ്റു 2 ഈക്വൽ ടു n ഇൻറ്റു 165 പ്ലസ് 3n. ഇവിടെ ഈ ബൈ 2 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. ബൈ 2 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയപ്പോൾ 3000 ഇൻറ്റു 2 ഈക്വൽ ടു n ഇൻറ്റു ഇൻസൈഡിൽ 168 മൈനസ് 3 165 പ്ലസ് 3n. 6000 ഈക്വൽ ടു 165n പ്ലസ് 3n സ്ക്വയർ. 3n സ്ക്വയർ പ്ലസ് 165 ഈക്വൽ ടു 6000. 3n സ്ക്വയർ പ്ലസ് 165n ഈക്വൽ ടു 6000. അടുത്ത സ്റ്റെപ്പ് 3n സ്ക്വയർ പ്ലസ് 165n minus 6000 equal to 0. Dividing all the terms by 3, we get n square plus 55n minus 2000 equal to 0. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ബി സ്ക്വയർ മൈനസ് 4ac ചെയ്യാൻ കുറേ കൂടി എളുപ്പമാണ്. അല്ലാതെ ചെയ്യാം, പക്ഷേ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. അതുകൊണ്ട് എല്ലാത്തിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ a ഈക്വൽ ടു 1, b ഈക്വൽ ടു 55, c ഈക്വൽ ടു മൈനസ് 200. ബി സ്ക്വയർ മൈനസ് 4ac 55 square minus 4 into 1 into minus 2000. 55 square 5 into 6 30 25 minus 4 into minus 2000 plus 8000 total 110 11025. Now root b square minus 4ac equal to root of 11025 105. n equal to minus b plus or minus root of b square minus 4ac by 2a equal to minus 55 plus or minus 105 by 2. n equal to minus 5 plus 105 by 2 or n equal to minus 55 minus 105 by 2 minus 80 or 25. ഇവിടെ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദി ക്ലബ് എന്നാണ്. അതൊരിക്കലും -80 ആവില്ല. -80 ആളുകളിൽ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? 25 ആണ്. കാരണം n cannot be negative. Therefore n equal to 25. So the number of members in the club is 25. A man saved rupees 16,500 in 10 years. In each year after the first, he saved rupees 100 more than he did in the preceding year. How much did he save in the first year? A man saved rupees 16,500 in 10 years. 10 വർഷം കൊണ്ട് ഒരാൾ 16,500 രൂപ സേവ് ചെയ്തു. In each year after the first, he saved rupees 100 more than he did in the preceding year. ഓരോ വർഷവും അതിന് തൊട്ട് മുമ്പുള്ളതിനേക്കാൾ 100 രൂപ കൂടുതലാണ് സേവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ അയാൾ എത്ര രൂപയാണ് സേവ് ചെയ്തത്? ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതാം. n ഈക്വൽ ടു 10 ഇയേഴ്സ് ആണ്. ഇയർലി ആണ് സേവ് ചെയ്യുന്നത്. 10 ഇയേഴ്സ് എന്ന് പറഞ്ഞത് കൊണ്ട് n ഈക്വൽ ടു 10. ഇനി SN എന്ന് പറയുന്നത് 16,500. 10 വർഷം കൊണ്ട് അയാൾ സേവ് ചെയ്തത് 16,500 ആണ്. അപ്പോൾ SN എന്ന് പറയുന്നത് 16,500, n എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ S10 അല്ലെങ്കിൽ SN എന്ന് പറഞ്ഞാൽ 16,500. ഇനി D എന്ന് പറയുന്നത് 100. ഓരോ വർഷവും അതിന് തൊട്ട് മുമ്പുള്ളതിനേക്കാൾ 100 രൂപ കൂടുതലാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ D എന്ന് പറയുന്നത് 100 ആണ്. ഫസ്റ്റ് ടേം A എന്താണ്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം?
സം ഓഫ് 10 ടേംസിൻ്റെ ഫോർമുലയിൽ അറിയാവുന്ന എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഡി കണ്ടെത്താൻ പറ്റും. ഹിയർ n ഈക്വൽ ടു 10, ഡി ഈക്വൽ ടു 100 ആൻഡ് സം ഈക്വൽ ടു 16,500. എ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സം ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. 16,500 ഈക്വൽ ടു 10/2 ഇൻറ്റു 2a പ്ലസ് 10 മൈനസ് 1 ഇൻറ്റു 100. n 10 ആണ്. അപ്പോൾ 16,500 ഈക്വൽ ടു 5 ഇൻറ്റു 2a പ്ലസ് 900. സം എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. സം നമുക്കറിയാം 16,500, n 10 10/2, 2a പ്ലസ് n മൈനസ് 1 10 മൈനസ് 1 9 ഇൻറ്റു 100 900. 16,500 ഈക്വൽ ടു 5 ഇൻറ്റു 2a പ്ലസ് 900. അല്ലെങ്കിൽ തിരിച്ചെഴുതാം, 5 ഇൻറ്റു 2a പ്ലസ് 900 ഈക്വൽ ടു 16,500. 2a പ്ലസ് 900 ഈക്വൽ ടു 16,500 by 5. 2a plus 900 equal to 3300. 2a equal to 3300 minus 900. 2a equal to 2,400. a equal to 2,400 by 2 equal to 1,200. അപ്പോൾ ആദ്യത്തെ വർഷം സേവ് ചെയ്തത് 1,200. അപ്പോൾ ആദ്യ വർഷം 1,200, 1,300, 1,400, 1,500, 1,600, 1,700, 1,800, 1,900, 2,000, 2,100. അങ്ങനെ 10 വർഷം. അതെല്ലാം കൂടെ കൂട്ടിയാൽ 16,500. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മച്ച് ഡിഡ് ഹി സേവ് ഇൻ ദി ഫസ്റ്റ് ഇയർ എന്നാണ്. സേവിങ് ഇൻ ദ ഫസ്റ്റ് ഇയർ ഈക്വൽ ടു എ ഈക്വൽ ടു 1,200 rupees.